കേൾക്കാൻ താല്പര്യമാണോ? കപ്പിൾ ലൈഫിനെ അടിസ്ഥാനമാക്കി ഞാൻ 28 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഗവേഷണങ്ങൾ നടത്താൻ. എന്തുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാര് കടിപിടി കൂട്ടുന്നു, അതെന്തുകൊണ്ട് ഡിവോഴ്സിലെത്തുന്നു? കടിപിടി മനുഷ്യപ്രകൃതിയാണ്, ചിലർക്ക് ഉണ്ടാവും. എന്ന് വെച്ച് ഡിവോഴ്സിലെത്തേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഡിവോഴ്സിൽ അവസാനിക്കും. ഞാൻ 25 കൊല്ലത്തോളം അമേരിക്കയിലായിരുന്നു. അവിടെ ഡിവോഴ്സ് ഏകദേശം ചില സ്റ്റേറ്റുകളിൽ 73%. ഇപ്പോൾ അവർ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്, സ്ത്രീകൾ വിമൻ ലിബറേഷൻ മൂവ്മെന്റ് വേണ്ടെന്ന് വയ്ക്കും. അത് 5-6 കൊല്ലമായി, ഇപ്പോൾ ഉണ്ടായതല്ല. എന്നാലും അവരിവിടെ ഇപ്പോഴും ഉണ്ട് കുറേശ്ശെ. ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങിയിട്ടുള്ളൂ. അതിന് പ്രധാനപ്പെട്ട കാരണം അവരെ സൂചിപ്പിക്കുന്നത് ഡിവോഴ്സ് തന്നെയാണ്. വേറെ കാരണങ്ങളും ഉണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ നമുക്കതിലേക്ക് പോകാം. ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായിട്ടാണ് സൃഷ്ടിച്ചത്. അങ്ങനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഫൈനലി അത് ലോകാവസാനം വരെയുണ്ട്. കാരണം അതൊരു ആവശ്യമാണ്. ഡിഫറൻസിന് വേണ്ടിയല്ല, പിന്നെ ആകർഷണത്തിന് വേണ്ടിയാണ്, ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ്, അകറ്റാൻ വേണ്ടിയല്ല, ഉച്ച നേതൃത്വങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയല്ല. നേരെ മറിച്ച് ഡീപ്പസ്റ്റ് ലെവലായി ജീവിക്കാൻ വേണ്ടിയാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനെ സംബന്ധിച്ച് അതിൻ്റെ ഞാൻ ഊന്നി പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്പിരിച്വൽ ഡയമെൻഷൻ കൂടിയാണ്. അത് മതത്തിന് അതീതമാണ്. ഏത് മതമായിരുന്നാലും എല്ലാ മതക്കാരും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ദൈവം മതത്തിന് അതീതമാണ്. ശരിയല്ലേ? ദൈവം മതത്തിന് അതീതമാണ്. ദൈവം ആരാണ്? സത്യം. എല്ലാ മതങ്ങളിലും സത്യമാണ്. സത്യം എന്താണ്? തനിമ. തനിമ എന്തിൻ്റെ തനിമ? സ്നേഹത്തിൻ്റെ തനിമ. പക്ഷെ തനിമ ആത്മാർത്ഥത എന്ന് പറയാൻ പറ്റില്ല. അതിനേക്കാളും കൂടിയതാണ് തനിമ. ഈ സബ്ജക്ട് ടു ടെസ്റ്റ് കൺസിസ്റ്റ് ഇൻ സാക്രിഫൈസ്. ഭാര്യയെ സ്നേഹിക്കുന്നു. ഭാര്യയ്ക്ക് അസുഖമാണ്, ആർക്ക് സമയമില്ല, മരുന്ന് വാങ്ങാൻ കൊടുക്കാനും നേരമുണ്ട്. പിന്നെ എന്ത് സ്നേഹം? സ്നേഹമുണ്ടെങ്കിൽ ത്യാഗം അവിടെ ഉണ്ടാവും. ത്യാഗത്തിലൂടെയുള്ള സ്നേഹം, അതാണ് റിയൽ ജനുവനായിട്ടുള്ളത്. അത് എത്രത്തോളം തൻ്റെ ഹൃദയം സ്പർശിക്കുക. തൻ്റെ ഹൃദയം സ്പർശിക്കുന്നുവെങ്കിൽ തനിമ സ്പർശിച്ചു, ദൈവം സ്പർശിച്ചു. ദൈവത്തിന് മാത്രമേ, സത്യത്തിന് മാത്രമേ മനുഷ്യ ഹൃദയത്തെ സ്പർശിക്കാൻ പറ്റുള്ളൂ. വേറൊന്നിനും മനുഷ്യ ഹൃദയത്തെ സ്പർശിക്കാൻ പറ്റില്ല. ഈ സത്യത്തിൽ തനിമയിൽ ആത്മാർത്ഥതയിൽ ഇതാണ് തനിമ. മോഡേൺ തിങ്കേഴ്സ് ഉപയോഗിക്കുന്ന വാക്ക് പറയുകയാണെങ്കിൽ ഒത്തൻറ്റിസിറ്റി. എക്സിസ്റ്റൻഷ്യൽ തിങ്കേഴ്സ്, നമ്മുടെ മോഡേൺ തിങ്കേഴ്സ്, അവർ ഉപയോഗിക്കുന്ന വാക്ക് ഒത്തൻറ്റിസിറ്റി ഓർ ജെന്യുയിൻനെസ്. ഞാൻ മലയാളത്തിലൊരു വാക്കുണ്ടാക്കി, തനിമ. അതാണ് ദൈവം. തന്നിലെ തനിമ. താൻ മരണം വരെ തനിക്കൊരു ഒരു അഹമുണ്ട്. ഞാൻ 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 ടൈം മാസിക ഇക്കൊല്ലത്തെ മാർച്ച് മാസത്തിൽ ഇഷ്യയില് ഫ്രണ്ട് പേജ് കവർ പേജ് കൊടുത്തിരിക്കുന്നത് ഇന്നത്തെ യൂത്തിനെ പറ്റിയാണ്. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ. അവർ ചെറുപ്പക്കാരോട് ഉദ്ദേശിക്കുന്നത് 40 വയസ്സായുള്ളവരെയാണ്.
ഇതിൽ ചിലരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അത് കൊടുത്തിട്ടുള്ളത് തന്നെ മീ 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 ജനറേഷൻ. ഞാൻ ഞാൻ ഞാൻ, എൻ്റെ ഇഷ്ടം ഞാൻ പറയുന്നത് പോലെ, ഞാൻ പറയുന്ന എൻ്റെ സ്വാതന്ത്ര്യം. ആ തലമുറ അത് ആ സെൽഫ് മരണം വരെയും മരണത്തിന് അതീതമായിട്ടുള്ള ഒരു സെൽഫ് തമ്മിലുണ്ട്. പഴയ നിയമത്തിൽ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ഛായ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എല്ലാ മതങ്ങളിലും ഉള്ള ഒരു പ്രത്യേകത. എന്താണ് ദൈവത്തിൻ്റെ ഛായ? സ്നേഹം, തനിമ. ആ തനിമയിലേക്ക് വരണം. അതുകൊണ്ട് സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട്, പുരാതന കാലമായിട്ട് ഇന്ത്യയിലുള്ള ഒരു പ്രത്യേകതയാണ് പശ്യതി ആത്മനം ആത്മനം. എന്നിലെ ദൈവത്തെ, എന്നിലൂടെ ആ ദൈവത്തെ, ആത്മനം അഭ്യസിക്കും. ആ ദൈവത്തെ കാണണം. കാണുന്നുവെങ്കിൽ, കാണൽ ഇവിടെ സംസ്കൃതത്തില് എക്സ്പീരിയൻസ് എന്ന് പറയും. എക്സ്പീരിയൻസ് ഗോഡ്. ആ എക്സ്പീരിയൻസ് റീച്ച് എ ലെവലിൽ there is no more experience because of realities you become that. തത്വമസി. നീ അതാവുന്നു, സത്യമാവുന്നു, തനിമയാവുന്നു, ദൈവമാവുന്നു. ആ നിലയിൽ എത്തുന്നു. ആ നിലയിൽ എത്താൻ മനുഷ്യർക്ക് മാത്രമേ പറ്റുള്ളൂ, മൃഗങ്ങൾക്ക് എത്താൻ പറ്റില്ല. അതിന് കാരണം ഇതാണ്, മനുഷ്യർക്ക് മാത്രമേ ഹയർ ലെവൽസ് ഓഫ് കോൺഷ്യസ്നസ് ഉള്ളൂ. കോൺഷ്യസ്നസ് എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. ഒരു പരിധി വരെ അവർ പറയും പാറയ്ക്കും ഉണ്ടെന്ന്, ഭൂമിക്കും ഉണ്ട്. ആ കോൺഷ്യസ്നസ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു പന്താലും കൂടി അത് പോകുന്നത്. അത് വേറെ ലെവൽ. പക്ഷേ കോൺഷ്യസ്നസ് ഹയർ ലെവൽ മനുഷ്യർക്കുണ്ട്. ആ തലത്തിൽ മനുഷ്യൻ നീങ്ങുന്ന നിമിഷം മുതൽ മനുഷ്യൻ ഡെത്ത്ലെസ്സാണ്. പിന്നെ അതിന് മരണമില്ല, അവർക്ക് മരണമില്ല. കാരണം സെൽഫ് മാത്രമേ മരിക്കുള്ളൂ. സെൽഫിഷ്നെസ്സിന് അതീതമായിട്ട് എന്താണ് ഉയർന്നു കഴിഞ്ഞാൽ യു ആർ ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ്. ആ തലത്തിൽ കോൺഷ്യസ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ എത്ര സമയം നിങ്ങൾ കേട്ടിരുന്നെന്ന് പോലും അറിയില്ല. യു ആർ ബിയോണ്ട് ടൈം, ബിയോണ്ട് സ്പേസ്. യു ഡോണ്ട് നോ വേർ ഇൻ ദ വേൾഡ് യു ആർ. ആ ലെവലിലേക്ക് എത്താൻ സാധിക്കും. ഇപ്പം തന്നെ സെൽഫ് ഉണ്ടെങ്കിൽ ആ സെൽഫിനെ നശിപ്പിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. അതുകൂടി ഉൾക്കൊള്ളുന്ന ഒരു സമ്പ്രദായമാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. വെസ്റ്റേൺ സൈക്കോതെറാപ്പി deals with the mainly, primarily deals with the empirical stuff. Secondarily, the spiritual also. The Eastern approach primarily deals with the spiritual stuff, and secondarily the empirical, the visible, tangible self. അതിൽ കവിഞ്ഞ ആധ്യാത്മികമായ വീക്ഷണം മിക്ക സൈക്കോതെറാപ്യൂട്ടിക് സിസ്റ്റത്തിനും അമേരിക്കയിലാണ്. എൻ്റെ പ്രൊഫസേഴ്സ് ഒരു 90% ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല. നോബൽ പ്രൈസ് വിന്നേഴ്സാണ് അവരിൽ. ഇപ്പോൾ ഏതാണ്ട് മിക്കവരും 90% ഞാൻ പറയുക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ എവിടെയാണ് ദൈവം എന്നവർക്ക് പിടികിട്ടിയിട്ടില്ല. ഞാൻ പറയുന്നത് that is in you, that is the truth, your തനിമ. അത് രണ്ടിനെ ഞാൻ കൂട്ടിയോജിപ്പിക്കുകയാണ്. വെസ്റ്റേൺ അപ്രോച്ചും ഈസ്റ്റേൺ അപ്രോച്ചും ടു ഡീൽ വിത്ത് ദ ഹോൾ ഹ്യൂമൻ ബീയിങ്. ആ തെറാപ്യൂട്ടിക് അപ്രോച്ച് ഇന്ന് നിലവിലുള്ള വെസ്റ്റേൺ അപ്രോച്ചിനേക്കാളും ഡീപ്പാണ്. വ്യക്തി മുഴുവനും കൈകാര്യം ചെയ്യുന്നു ഹോളിസ്റ്റിക് അപ്രോച്ച്. ആ ഹോളിസ്റ്റിക് അപ്രോച്ച് എനിക്ക് ഇന്റർനാഷണൽ അവാർഡുണ്ട്. അതാണ് ഖത്തർ ഗവൺമെൻറ്
തെറപ്യൂട്ടിക് സിസ്റ്റമായതുകൊണ്ട് പേറ്റന്റ് ആവശ്യിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിസ്റ്റത്തെ അടിസ്ഥാനമാക്കി തന്നെയാണ് എല്ലാ ചിന്താഗതി മുഴുവനും. 1973 ആസ്പത്രികളിലും സെന്റേഴ്സിലും റിസർച്ച് നടത്തി എങ്ങനെ രോഗിയെ ചികിത്സിക്കണമെന്ന ഹോളിസ്റ്റിക് അപ്രോച്ചിനെ അടിസ്ഥാനമാക്കി ഞാൻ പുസ്തകം പബ്ലിഷ് ചെയ്തു. പിൽക്കാലത്ത് അമേരിക്കയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡിക്ലെയർഡ് വിത്ത് ദ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഓൺ പേഷ്യൻ്റ് കെയർ, ഹോളിസ്റ്റിക് പേഷ്യൻ്റ് കെയർ. അത് ഒരു പ്രയോറിറ്റി ആയിരുന്നു. അത് ജയിൽവാസികൾ അവർക്ക് അസറ്റ്സ് ആക്കണം എന്ന ഒരു നിലപാടാണ് അത് ഞാൻ എടുത്തത്. 2, എൻ്റെ പ്രയോറിറ്റി ഫാമിലിയാണ്. The integrity of a family or society depends on the integrity of the persons who enter into that society. വ്യക്തിഗുണമാണ് സമൂഹം. വ്യക്തിക്ക് ഗുണമില്ലെങ്കിൽ അവർ പ്രവേശിക്കുന്ന കുടുംബത്തിനോ സമൂഹത്തിനോ ഗുണമുണ്ടാവില്ല, ഇൻറ്റഗ്രിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ആ സിസ്റ്റം ഓഫ് സൈക്കോതെറപ്പി ഉണ്ടോ എന്ന് അന്വേഷിച്ചാണ് പോയത്. അങ്ങനെയാണ് പ്രോബ്ലമേയുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ സ്ഥാപകൻ തന്നെ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കപ്പിൾ ലൈഫിനെ പറ്റി 22 കാര്യങ്ങൾ പഠനം നടത്തിയത്. എന്തുകൊണ്ട് ഭാര്യ-ഭർത്താക്കന്മാര് തമ്മിൽ അടിപൊളി കൂടുന്നു, അടിപൊളി കൂടുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഡിവോഴ്സ് അവസാനിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ടെങ്കിലും ഞാൻ ചില കാര്യങ്ങളിൽ കൂടെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത് മാത്രമേ ഉള്ളൂ. ഡീപ്പായിട്ട് ഞാൻ ഒരിക്കൽ വന്നിട്ട് ഇന്നലെയാണ് നടക്കുന്നത്. ഒരിക്കൽ പവർ പോയിന്റ് കൊണ്ടുവരമാണ്. അപ്പോൾ ഈ സിസ്റ്റം പ്രകാരം ദൈവം മനുഷ്യൻ സൃഷ്ടിച്ച സ്ത്രീയും പുരുഷനും അവർ ഇണ തേടാതിരിക്കില്ല. സ്ത്രീയും പുരുഷനും ഇണകളാണ്. കാരണം as far as God created male and female in His image, they are as similar as images of God. Therefore, male and female, both of them have similar dignity, similar in personhood, not equal with God. Similar in dignity, in personhood, and other aspects of the same, deserving respect. Whether rich or poor, male or female, they deserve respect. They are persons. Or second hypothesis is, as far as they have been created as male and female, they are as dissimilar as male and female. This similarity and dissimilarity is the principle of growth for the sexes. Similarity illa. പശുവും പുരുഷനും തമ്മിൽ സിമിലാരിറ്റി ഇല്ല. ഡിസിമിലാരിറ്റി ഉണ്ട്. അവരില്ല, ഒരുമിച്ച് പതിനില്ല. സ്ത്രീയും പുരുഷനും സിമിലാരിറ്റി ഉണ്ട്, ഡിസിമിലാരിറ്റിയും ഉണ്ട്. ഡിസിമിലാരിറ്റി ഇല്ലെങ്കിൽ ആകർഷണം ഉണ്ടാവില്ല. There is a hunger. ഇണചേരാനുള്ളത് ശക്തിയായിട്ടുള്ള ഒരു ഫിസിക്കൽ, ബയോളജിക്കൽ, സെക്ഷൽ, സ്പിരിച്വൽ ഫോഴ്സാണ്. ഭക്ഷണം കഴിക്കാനുള്ള ദാഹത്തേക്കാൾ ശക്തി കൂടിയതാണ്. അതുകൊണ്ടാണ് വിവാഹിതരായത്. അത്ര ശക്തിയാണത്. ഇണയാകല്. എന്നിട്ട് എന്തുകൊണ്ട് ഡിവോഴ്സ് അവസാനിക്കുന്നു? ഇത് രണ്ടിനെയും നിലനിർത്തിക്കൊണ്ടുപോകുന്ന, അതായത് സിമിലാരിറ്റി ഉണ്ട്, ഡിസിമിലാരിറ്റി ഉണ്ട്. അത് നിലനിർത്താത്ത വ്യക്തികൾ ഈ റേഷ്യോ തെറ്റിച്ചാൽ പ്രകൃതിയുടെ നിയമമാണത്. അത് തെറ്റിക്കുന്നുവെങ്കിൽ ബാലൻസ് പോകും. പിന്നെ ആ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് കഷ്ടമാണ്. ഇനി സ്ത്രീ 100% വിലപ്പെട്ടതാണ്. അങ്ങനെ
അല്ല. ഈക്വലാണെങ്കിൽ 50-50 മതി, ബാക്കി 50 പിശാചിനും അല്ല. 100% ഇമ്പോർട്ടൻ്റ് ആണ്. ശരിയാണോ? 100% ഇമ്പോർട്ടൻ്റ് ആണ്. സ്ത്രീ പുരുഷൻ അവര് വ്യവസ്ഥയില്ലാതെ അന്യോന്യം കൊടുക്കുന്നു. എങ്ങനെ? ഇരുവരും കൂടി മനസ്സാകും. മനസ്സമ്മതം എല്ലാ മതങ്ങളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മരണം വരെയാണ് മനസ്സമ്മതം. എന്ന് വെച്ച് ഒരു അഭിപ്രായമുള്ളൂ എന്നല്ല വരുന്നത്, ഒരു തീരുമാനം. അഭിപ്രായം പലതുമാകാം, പക്ഷെ അഭിപ്രായത്തിന് വേണ്ടി അഭിപ്രായം പറയരുത്, എതിർക്കാൻ വേണ്ടി എതിർപ്പ് പറയരുത്. സത്യാന്വേഷിയായ സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താവും അവരുടെ കുടുംബം എങ്ങനെ സ്നേഹത്തിൽ മുന്നോട്ട് പോകുന്ന കാര്യത്തെ പറ്റി അഭിപ്രായം പറയണം, നല്ലതാണ്. രണ്ടിനും കൂടി ഒരു തീരുമാനത്തിലെത്തുന്നു, ഒറ്റ തീരുമാനം. ആ തീരുമാനം രണ്ടാൾക്ക് ഒന്നേ ഉള്ളൂ. അവിടെ ചോയ്സ് ഒന്നുമില്ല. ഭർത്താവിനും വലിയ ചോയ്സ്, ഭാര്യയ്ക്കും ചോയ്സ് ഇല്ല. എന്താണെന്നുള്ള തീരുമാനം? സ്നേഹത്തിൻ്റെ തീരുമാനം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തീരുമാനം. ദൈവത്തെ ഈ ലോകത്ത്, ഈ കൊച്ചുങ്ങളുടെ ലോകത്തെ എങ്ങനെ അവതരിപ്പിക്കണം, അതിലെങ്ങനെ ഇരുവരും കാണണം, എങ്ങനെ ദൈവം സ്നേഹമാണ്, തനിമയാണ്. ആ തനിമയിൽ ഇരുവരും അന്യോന്യം വ്യവസ്ഥയില്ലാതെ കൊടുത്ത് തനിമയിലെത്തുകയാണ്. തനിമയിൽ ശാരീരികമായിട്ട്, വികാരപരമായിട്ട്, സെക്ഷുവലായിട്ട്, സ്പിരിച്വലായിട്ട് അവർക്ക് എത്താവുന്ന എല്ലാ തലങ്ങളിലും മുഴുകി കൊടുക്കുന്നു. ആ നിമിഷത്തിലുണ്ടാകുന്ന കൊച്ച് തനിമയാർന്ന സ്നേഹത്തിൻ്റെ കൊച്ചാണ്, ദൈവത്തിൻ്റെ കൊച്ചാണ്. നിങ്ങൾ കൂടി നിങ്ങളുടെ സ്നേഹത്തിൽ കൂടി, തനിമയാർന്ന സ്നേഹത്തിൽ കൂടി വന്നതുകൊണ്ട് നിങ്ങളുടെയും കൊച്ചാണ്. തനിമയാർന്ന സ്നേഹം ഇല്ലാത്തിടത്ത് ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ മിക്ക മതങ്ങളും നിരുത്സാഹപ്പെടുത്തുന്നു. കാരണം അവിടെ തനിമയാർന്ന ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും അല്ലെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും തനിമയാർന്ന സ്നേഹം വന്നിട്ടില്ല. ദൈവം തനിമ വന്നിട്ടില്ലാത്തതുകൊണ്ട് ദൈവം അവിടെയില്ല. തനിമയാർന്ന സ്നേഹത്തിൻ്റെ അഭാവത്തിൽ കൊച്ചുണ്ടാകരുത്. അതുകൊണ്ടാണ് അതേസമയം ഇരുവരും സ്നേഹത്തിൽ ഒരുമിച്ച ശേഷം അവരതിന് വേറെ വിധത്തിൽ ഏത് വിധത്തിൽ അത് അവർ തീരുമാനിക്കുന്നു, വിരോധമില്ല. പക്ഷേ സ്നേഹത്തിലായിരിക്കും പകർത്തുന്നത്. തനിമയിലേക്ക് വീണ്ടും വളർത്തിക്കൊണ്ട് വരേണ്ടതായിട്ട് വരും. എന്നിട്ട് ആ കൊച്ചാണ് ശരിക്ക് ഹെൽത്തി ഹോളിസ്റ്റിക് വളർച്ചയോട് കുറിച്ച് ആദ്യം മുതൽ ആദ്യത്തെ ദിവസം മുതൽ അങ്ങനെയുള്ള ഒരു കൊച്ച് ജെനുവിൻനെസ് ഇല്ല. Even though you are your age, maybe your daughter or son, if the baby does not get ഈ തനിമയോടുകൂടിയ സ്നേഹത്തിൻ്റെ ചുംബനം കിട്ടാതെ വരുന്നുവെങ്കിൽ വ്യക്തിത്വ വളർച്ച ഉണ്ടാവില്ല. ജപ്പാനിലെ 80% സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ട്. നല്ല കാര്യം, അവർ ഒത്തിരി കാശുണ്ടാക്കിയിട്ടുണ്ട്. 70% കൊച്ചുങ്ങൾക്കും ഔട്ടിസം. അവർ പറയുന്നു ഔട്ടിസത്തിന് ട്രീറ്റ്മെന്റ് ഇല്ല, ഉണ്ട്, എളുപ്പമല്ല. ഔട്ടിസം എങ്ങനെ ഉണ്ടായി? Insecurity from the time of conception, even before. Mother is involved in so many other things, not the baby. From the time of conception or even after, especially after delivery. കൊച്ചിന് അമ്മയുടെ ഫിസിക്കൽ ക്ലോസ്നെസ് വേണം. അതുകൊണ്ട് അമേരിക്കൻ സ്ത്രീകൾ ഇപ്പോൾ 4 കൊല്ലമായിട്ട് എടുത്തുള്ള തീരുമാനമാണ് അവസാനത്തെ കൊച്ചിന് 5 വയസ്സാകാതെ അവർ ജോലിക്ക് പോകില്ല. അവസാനത്തെ കൊച്ചിന് 5 വയസ്സാകാതെ ജോലിക്ക് പോകില്ല. കാരണം കുറച്ചൊന്നും വലിയത് ഭാവി, നാടിൻ്റെ ഭാവി. യൂത്ത് ഈസ് അവർ ഫ്യൂച്ചർ. ആ കൊച്ചുകൾ ഇങ്ങനെ പോയി അപ്പനും അമ്മയും കൂടി ജോലി ചെയ്ത് കോടികൾ ഉണ്ടാക്കി. ആർക്കു വേണ്ടി? അനുഭവിക്കുന്ന ആളില്ലല്ലോ. അവരുടെ നാടിൻ്റെ നന്മ,
കൊച്ചിയിലെ നന്മ. അമ്മ അത്ര വിലപ്പെട്ടതാണ്. ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിൻ്റെ അടിത്തറ അമ്മയാണ്. ദൈവം കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും വിലപ്പെട്ടവരാണ് അമ്മ. എല്ലാ മനുഷ്യരിലും എക്സെപ്ഷൻ ഇല്ലാതെ എക്സെപ്ഷൻ ഉണ്ടാകാം. അവിടെ എല്ലാ മനുഷ്യർക്കും ഏറ്റവും വിലപ്പെട്ടത് അമ്മയാണ്. അമ്മയ്ക്ക് പകരം വയ്ക്കുന്ന ആരും ഈ ലോകത്തില്ല. ശരിയാണോ? ശരിയാണോ? ശരിയാണ്. അമ്മ അത്ര വിലപ്പെട്ടവൻ. കാരണം അമ്മ കുടുംബത്തിൻ്റെ അടിത്തറയാണ്. അടിത്തറയായതുകൊണ്ട് ചവിട്ടും കുട്ടും അമ്മയ്ക്കാണ്. പിള്ളേർ കാണുന്നുണ്ട്, ഭർത്താവ് കാണുന്നുണ്ട്, പരാതിയില്ല, ചിലപ്പോൾ പറയും, ചിലപ്പോൾ ചില ദേഷ്യം വരും. പക്ഷെ അമ്മ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കൊച്ചിയിലൊക്കെ ഭർത്താവ് ചവിട്ടും കുറ്റും അമ്മയ്ക്കാണ്. കൊച്ചിയിലേക്ക് അധികം സംഭവിച്ച കുറ്റമാർക്കാണ്? അമ്മയ്ക്ക്. അപ്പൻ്റെ കാര്യം അച്ഛൻ്റെ കാര്യമായിട്ട് കുറ്റമൊന്നുമില്ല. സാധാരണ കുറ്റം അമ്മയ്ക്കാണ്. കാരണം അമ്മയുടെ കയ്യിലാണ് എല്ലതും. കൊച്ചും കുടുംബവും എല്ലാ മനുഷ്യഹൃദയങ്ങളും ഭർത്താവിൻ്റെ ഹൃദയം, കൊച്ചുങ്ങളുടെ ഹൃദയം അമ്മയുടെ ഹൃദയത്തെ ചുറ്റിപ്പറ്റിയാണ്. പിള്ളേർക്ക് അല്പസമയം കൊടുത്ത് മിണ്ടി വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രോബ്ലം തീർന്നു. അമ്മയുടെ ഹൃദയത്തിൽ അവരുടെ പ്രോബ്ലം തീർന്നു. ഭർത്താവിൻ്റെ പ്രോബ്ലം തീരും. പുള്ളിയുടെ പ്രശ്നങ്ങൾ, ചില പ്രശ്നങ്ങളൊന്നും പുള്ളി പറയില്ല, എന്നാൽ പറയുന്നതോടുകൂടി തീരും. അവൻ്റെ ടെൻഷനും അവൻ്റെ വയറ്റിൽ തീരും. അങ്ങനെ ഒരു അത്ഭുത ജീവിയാണ് അമ്മ. സ്ത്രീ ഒരു വലിയ അത്ഭുത ജീവിയാണ്. ഇതിന് മുമ്പത്തെ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ എടുക്കുന്നതിന് മുമ്പ് അമ്മ അല്ല, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സത്യപ്രതിജ്ഞ എടുക്കുന്നതിന് മുമ്പ് അമ്മയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വൈസി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് വൈസിയാണ്, അദ്ദേഹത്തിന് അമ്മയാണ്. അദ്ദേഹം ചെന്ന് അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി കാല് മുട്ടി അനുഗ്രഹം വാങ്ങിയിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതാണ് അമ്മ. വയസ്സ് 12 മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ കാലത്തോടുകൂടി ടയറാണ്. അതായത് മാർപ്പാപ്പയ്ക്ക് 3 കിരീടങ്ങൾ ഒന്നിനു മീതി ഒന്നും ഇതായിട്ടുണ്ട്. ആ കാലത്തോട് കൊടുത്തു വന്നു. അതായത് എല്ലാ ചക്രവർത്തിമാരും രാജാക്കന്മാരും യൂറോപ്പിലുള്ളവർ വന്നാൽ അദ്ദേഹത്തിൻ്റെ കാല് മുത്തണമെന്നാണ് നിയമം. അദ്ദേഹത്തിൻ്റെ കാലശേഷം അത് നിർത്തലാക്കി. അദ്ദേഹം മാർപ്പാപ്പയായ ദിവസം അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. ഒരു അലക്കുകാരിയായിരുന്നു. അലക്ക് നടത്തി അമ്മ മകനെ വളർത്തിയത്. വയസ്സായ അപ്പനില്ല, എന്നാൽ പഠിക്കാൻ മിടുക്കനായിരുന്നു. എല്ലാവർക്കും പുള്ളിയുടെ പേര് ന്യൂസ് പേപ്പറിൽ വരും. ആസ് ദ റാൻ ഹോൾഡർ മാർപ്പാപ്പയായി. അമ്മ ഒരു ദിവസം വരുന്നത് കൊണ്ട് മാർപ്പാപ്പയുടെ കാലം കുത്തുന്നതിന് പകരം ആ മാർപ്പാപ്പ ഇറങ്ങി വന്ന് അമ്മയുടെ കാലം കുത്തി. അപ്പോൾ ആരാണ് വലിയത്? അത് അതിശയോക്തിയില്ല. മാർപ്പാപ്പയായാലും അമ്മയാണ്. അത്ര വലിയതാണ്. പക്ഷേ അമ്മയ്ക്ക് അംഗീകാരം കിട്ടാത്തത് കൊണ്ടോ എന്തോ ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഈ പ്രശ്നങ്ങളുടെ ഫലമായിട്ട് ദാമ്പത്യ ബന്ധങ്ങൾക്ക് ഒലച്ചിൽ വരുന്നുണ്ട്. ഒലച്ചിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് മിണ്ടാൻ നേരില്ല. പണ്ട് തലയണമെങ്കിലും ഉണ്ടായിരുന്നു. അമ്മായിനെ ഒഴിവാക്കിയിട്ട് സമയം കിട്ടില്ല, സ്ഥലം കിട്ടില്ല, ബെഡേ മാത്രമേ ഉള്ളൂ, തലയണം മാത്രം. ഇപ്പോൾ തലയണം മാത്രമല്ല, 24 മണിക്കൂർ വേണമെങ്കിൽ സമയമൊക്കെ ഉണ്ടാക്കാം. അതിന് സമയമില്ല. കാരണം രണ്ടുപേരും ജോലി ചെയ്യുകയാണ്. ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം ഞാൻ അവരോട് പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ജോലിക്ക് പോകുന്നതിനോട് ഞാൻ എതിരല്ല. ജോലി അമ്മയും ജോലി ചെയ്യണം. കഴിവുള്ള അമ്മ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആവണം. അതേസമയം ഫസ്റ്റ് പ്രയോറിറ്റി ഫാമിലി, ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ. ഇനി കൊച്ചിയിൽ നിന്ന് നോക്കാൻ ഭാര്യ രാവിലെ നേഴ്സാണ് ഡ്യൂട്ടിക്ക് പോകുന്നെങ്കിൽ ഭർത്താവ്
ഇനി പ്രായോഗികത കൂടി നോക്കി എങ്ങനെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. കൊച്ചിന് വല്ലവരും ഏൽപ്പിക്കരുത്. കൊച്ചിനെ നോക്കാനാണ് വേണം. നിങ്ങളാണ് അമ്മയാണ് 24 മണിക്കൂർ കൊച്ചിനുണ്ട്. 5 വയസ്സ് വരെ ഫ്രോയിഡ് 7 വയസ്സ് വരെ. 7 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ വലിയ കുഴപ്പങ്ങളില്ല. ഏതാണ്ട് ഒരു ഫോർമേഷൻ കിട്ടി, മാതൃഭാഷ കിട്ടി, ഭക്ഷണം കഴിക്കേണ്ട രീതികളെ പറ്റി അറിവ് കിട്ടി, ഒരുപാട് കാര്യങ്ങൾ അത് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, തർക്കിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഫോർമേഷൻ കിട്ടിയെന്ന് പറയാനായിട്ട് ഒരു വിധത്തിൽ. എന്നാലും മാതാപിതാക്കളോട് കൂടിയുള്ള അതാണ് ഏറ്റവും നല്ലത്. ഇനി അപ്പനും ആവശ്യമാണ്. നിങ്ങളിവിടെ ഭാര്യ അവിടെ നാട്ടിൽ അങ്ങനെയുള്ള ചുറ്റുപാടിൽ കൊച്ചുകളാണ് ഏറ്റവും അധികം വിഷമിക്കുന്നത്. മക്കൾക്ക് അമേരിക്കയിൽ പിള്ളേരുടെ ഫെസിലിറ്റി വർദ്ധിച്ചു വരികയാണ്. അതിന് കാരണം നോക്കിയപ്പോൾ അമ്മയാണ് പെൺപിള്ളേരോട് അവരുടെ ധാർമ്മികതയെ പറ്റിയും ജീവിതത്തെ പറ്റിയൊക്കെ വിവരണം കൊടുക്കുന്നത്. അപ്പൻ ചിലപ്പോൾ കേൾക്കും. അപ്പൻ കേട്ടാലും നെഗറ്റീവായിട്ട് പറയുന്നില്ലെങ്കിൽ അമ്മ പറഞ്ഞതൊക്കെ പ്രമാണമായി. ആ തരത്തിലുള്ള ഒരു അപ്പൻ്റെ സാന്നിധ്യത്തോടു കൂടിയ വളർത്തലില്ലാത്തത് കൊണ്ട് ഒരുപാട് പിള്ളേർക്ക് സെക്ഷലി എൻജോയ്ഡ് ഏതാണ്, അല്ലാത്തത് ഏതാണ്, അപ്പനും അമ്മയും അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവരത് കണ്ടുപിടിച്ചു കൊടുക്കും. തനിമയിൽ നിന്ന് എൻ്റെ കരുത്തിൽ നിന്ന് അവരിൽ നിന്ന് അത് പഠിക്കും. അപ്പനും അമ്മയും ഒരു ബെഡായിട്ട് കഴിഞ്ഞു കൊടുക്കുന്നു. അവർ ചിന്തിക്കും. ഇതില്ലാത്തതിൻ്റെ ഫലമായിട്ട് ഫ്രെജിഡിറ്റി വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൻ്റെ സാന്നിധ്യവും ആവശ്യമാണ്. എങ്ങനെ അത് കൈകാര്യം ചെയ്യാൻ നിങ്ങളിവിടെ ഭാര്യ നാട്ടിൽ എങ്ങനെ കൈകാര്യം ചെയ്യും? അതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു കാരണം നിങ്ങളുടെ മക്കൾ പ്രധാനപ്പെട്ടതാണ്. 2 നിങ്ങളുടെ ജീവിതവും പ്രധാനപ്പെട്ടതാണ്. 45-50 വയസ്സ് വരെയുള്ള കാലഘട്ടത്താണ് നിങ്ങൾക്ക് സെക്ഷൽ ഏർജ് കൂടുതലുള്ളത്. മെനോപോസ് വരെ പുരുഷന് 18 to 84 മോർലെസ് സെയിം, വലിയ വ്യത്യാസമൊന്നുമില്ല. പുരുഷന് സെക്ഷലി സ്ട്രോങ് ആണ്. എന്നാൽ സ്ത്രീക്ക് മെനോപോസ് കഴിയുന്നതോടുകൂടി അല്പം കുറയാൻ വഴിയുണ്ട്. എന്നാലും മിക്കവർക്കും പഠിപ്പും മറ്റു വഴിയുള്ള അതായത് ഇന്റലക്ച്വൽ അച്ചീവ്മെന്റ് ഉണ്ടെങ്കിൽ പഠിപ്പുള്ള സ്ത്രീ ആണെങ്കിൽ 70 വയസ്സ് വരെയൊക്കെ ഉണ്ടാവും. 70-75 പറയാൻ പറ്റില്ല. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ 1000 ഫാക്ടേഴ്സ്. എന്നാലും സാധാരണ കണ്ടുവരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് സ്നേഹത്തിൽ ലൈംഗികമായിട്ടും വികാരപരമായിട്ടും അടുക്കാനുള്ള കാലഘട്ടം നിങ്ങളുടെ 2 രാജ്യത്തായി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുമിച്ച് വരുന്നു. അത്ര എളുപ്പമായിരിക്കില്ല. ഇപ്പം നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു, ജീവിതം അനുഭവിച്ചു, പൈസ സെക്കൻഡറി ആക്കി. എന്നിട്ട് നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം ശക്തിയായി. നിങ്ങൾ മക്കൾ കാണുന്നു. നിങ്ങൾ ബെഡിൽ എൻഡ് ചെയ്ത് മക്കളറിയില്ല. പക്ഷെ അമ്മ ബെഡ്റൂമിൽ നിന്ന് പുറത്ത് വരുമ്പോൾ പിള്ളേരുടെ കണ്ണ് അമ്മയുടെ മുഖത്താണ്. അമ്മ ഡിപ്രസ്ഡ് ആണ്, ഡൗൺ ആണെങ്കിൽ അപ്പനിലോ എന്തോ സംഭവിച്ചിട്ടുള്ള കൺക്ലൂഷൻ പിള്ളേരെത്തും. അമ്മ പുഞ്ചിരിയോടുകൂടി പിള്ളേരെ വെൽക്കം ചെയ്യുന്നു. അല്ല, നിങ്ങൾക്ക് അതിൽ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2 ഇടയിൽ വന്ന് കിടക്കുകയും ചെയ്യും. അതാണ് അവരുടെ സ്വർഗം. കാരണം അതിനേക്കാളും പവിത്രമായിട്ടുള്ളൊരു സ്ഥലം കുടുംബത്തിലില്ല. ആ തരത്തിലുള്ളൊരു ബന്ധം നിങ്ങൾ തമ്മിലുള്ളത് അത് ഗാഢമാണ്. അതിന് ഒരു മനസ്സാകുന്നുവെങ്കിൽ നിങ്ങളൊരു ഹൃദയമാകുന്നുവെങ്കിൽ ഒരു ശരീരമായിക്കോളും. ഒരു മനസ്സല്ലെങ്കിൽ ഒരു ഹൃദയമാവില്ല. ഒരു ഹൃദയമല്ലെങ്കിൽ ഒരു ശരീരമാകാനായിട്ട് എളുപ്പമല്ല. തുടങ്ങി വെച്ചാൽ പൂർത്തിയാക്കാൻ എളുപ്പമില്ല. തുടങ്ങി വയ്ക്കാൻ തന്നെ ഇലക്ഷൻ പോലും ഉണ്ടാക്കാനായിട്ട് പ്രയാസമായിട്ടുണ്ട്. കാരണം നിങ്ങൾ തമ്മിൽ ആ ഫൈറ്റ് കഴിഞ്ഞിട്ടാണ്. ഫൈറ്റ് കഴിഞ്ഞാൽ മിക്കവാറും പുരുഷന് 1-2 മണിക്കൂർ കൊണ്ട് ഇടിവെട്ടും മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ സ്ത്രീയുടെ തലയിൽ കൂടെ ഹൃദയത്തിൽ കൂടെ എപ്പോഴും മരമഴ
വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഷീ മേ നോട്ട് ബി റെഡി. അത് ഉള്ള നേരത്തെ പൗലോസേ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് കൈകാര്യം ചെയ്യണം. എന്നിട്ട് വീണ്ടും രമ്യതയിൽ വരണം, സ്നേഹത്തിൽ വരണം, തനിമയിൽ. ആ തനിമ ഉള്ള ഹൃദയമാണെങ്കിൽ ഭാര്യ മണത്തറിയും, ഭർത്താവ് മണത്തറിയും ഉണ്ടെങ്കിൽ പിന്നെ ബലഹീനത ഒന്നിച്ചിട്ട് ദേഷ്യം ഒരുപാട് ഷോട്ട് ചെയ്ത് സംഭവിച്ചു. നിങ്ങളുടെ കൊച്ചുകളെ നോക്ക്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന കൊച്ച് വേണ്ടാത്തൊക്കെ ഒപ്പിച്ച് കൊടുത്തു. അത് പിന്നെ അമ്മേനെ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരിക. കാരണം ആ കൊച്ചിനറിയാം അമ്മ ജെനുവിനായിട്ട് സ്നേഹിച്ചതുകൊണ്ടാണ് തല്ലിയത്. വഴിയൊന്നും കൊച്ചിനെ തല്ലിയിട്ടുണ്ട്. അതുപോലെ അപ്പനായിരുന്നാലും സ്നേഹിക്കുന്നത് കൊണ്ട് ആ സ്നേഹം തനിമ അവിടെ ഉണ്ടോ, കൊച്ചു മണത്തറിയുന്നതാണ്. അതിൻ്റെ ഫോർമേഷൻ നിങ്ങളുടെ തനിമയിലാണ്. അത് ആദർശമായ രീതിയിൽ വേണ്ട, അത് നടക്കില്ല ഈ ലോകത്ത്. പിന്നെ എത്രത്തോളമാണ് വേണ്ടത്? ടു എ ലെവൽ യു ഫീൽ സാറ്റിസ്ഫൈഡ് വിത്ത്. നിങ്ങളുടെ ഹൃദയം പറയും, ഞാൻ തനിമയോട് എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, ഭർത്താവിനെ സ്നേഹിക്കുന്നു. എങ്കിൽ പിള്ളേരാണ് വിധികർത്താക്കൾ, അവർ മണത്തറിയും. എന്നാൽ ഇന്നത്തെ കാലത്ത് നിങ്ങൾ എത്ര വിശുദ്ധരായിരുന്നാലും നല്ലവരായിരുന്നാലും പിള്ളേരെ ചീത്തയായി തോന്നുന്നുണ്ട്. അതിന് കാരണം, ഒരു കാരണം നിങ്ങൾ തന്നെയാണ്. ഒന്ന്, നിങ്ങളുടെ എക്സാമ്പിൾ വഴി കാണിച്ചു കൊടുക്കുന്നില്ല. രണ്ട്, അവർക്ക് നിങ്ങൾ അവൈലബിൾ അല്ല. അവൈലബിൾ ആയിട്ടുള്ള സാധനത്തിൽ നിങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുമുണ്ട്. ഓരോ മണിക്കൂറിൽ എല്ലാ കിട്ടുന്ന സമയം മുഴുവൻ ഈ മൊബൈലുമായിട്ട് ലോകം മുഴുവൻ അവർക്ക് കാണാൻ പറ്റും. അതുപോലെ ഫോർണോഗ്രഫി, അത് ലേസമാണ്. നിങ്ങളല്ലാതെ പിള്ളേർക്ക് സൂപ്പർ പേരൻസ് കൂടി ഉണ്ട്. അവരുടെ പിയർ ഗ്രൂപ്പ്, പിന്നെ മാസ് മീഡിയ, ഇതൊക്കെ അവരെ സമ്മതിച്ചിരിക്കുന്നുണ്ട്. ദ ഹവറിംഗ് ഫിലോസഫി ഓഫ് ദ ഡേ ഈസ് നോട്ട് കണ്ടീസീവ് ഫോർ ചിൽഡ്രൻ ടു ഗ്രോ ഹോളിസ്റ്റിക്. നിങ്ങൾ അത് കണ്ടുവച്ചില്ലെങ്കിൽ ഈ പ്രശ്നം വരും. പിന്നെ നിങ്ങളുടെ ഇടയിൽ തന്നെ ഒരുമിച്ച് കൊണ്ടിരുന്നതിന് നിങ്ങളുടെ സെക്ഷൽ ലൈഫും നിങ്ങളുടെ അടുപ്പങ്ങളും കിസിങ് ഇതൊക്കെ 100 ഇരട്ടി അർത്ഥവത്താക്കാനുള്ള വഴിയും ഈ തനിമയാണ്. ദൈവം തന്ന കൂട്ടുകാരൻ, ദൈവം തന്ന കൂട്ടുകാരി, ഇതിനേക്കാൾ നല്ല മനുഷ്യന്മാരെ ഉണ്ടാവാം, ഇതിനേക്കാൾ നല്ല സ്ത്രീ വേറെ ഉണ്ടാവാം. ദിസ് ഈസ് മൈൻ, ദിസ് ഈസ് ഇറ്റ്, ഐ ലവ്. അവിടെ അഡ്ജസ്റ്റ്മെന്റ് അല്ല. വിവാഹത്തിൽ ഞാൻ പറയും, ബിസിനസ്സിൽ അഡ്ജസ്റ്റ്മെന്റ് വേണം, ഇല്ലേ കൂട്ടും. കുടുംബജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റ് അല്ല. അഡ്ജസ്റ്റ് ചെയ്ത് പറയുമ്പോൾ ഒരു കൂട്ടുകൂട്ടും. അഡ്ജസ്റ്റ്മെന്റിന് പകരം ഞാൻ പറയുന്ന വാക്ക് ബലിയാണ്. പക്ഷെ ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആ അഡ്ജസ്റ്റ്മെന്റ് ഒരു ബലിയാവണം. ബലിയാണെങ്കിൽ ഒരിക്കലും പിന്നെ അതിന് പിടിച്ചത് നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത്. കാരണം സന്തോഷത്തോടു കൂടിയ സഹിച്ചു, സ്നേഹിച്ചു, വിട്ടുവീഴ്ച ചെയ്യല സഹിച്ചു. ഫോർ ദി ജോയ് ഓഫ് ഗ്രോയിങ് ഡിവൈൻ, ഫോർ ദി ജോയ് ഓഫ് എക്സ്പീരിയൻസിങ് യുവർ ഓൺ ജെനുവിൻനെസ്, ദാറ്റ് ഈസ് ഗോഡ്. ആൻഡ് ഗ്രോ ജെനുവിൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിന് മാത്രം, തനിമയ്ക്ക് മാത്രമേ മനുഷ്യഹൃദയത്തെ സ്പർശിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ സ്പർശിക്കപ്പെട്ടു എങ്കിൽ ദൈവം നിങ്ങൾ സ്പർശിച്ചു. അതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും വിലയുണ്ട്. സെക്സൊക്കെ ആവശ്യമാണ്, എസെൻഷ്യലാണ്. അത് കൂടുതൽ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം തരികയാണ്. ഈ തനിമയില്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള എല്ലാവരും പറയുന്നതിലൂടെ കല്യാണം കഴിച്ചു ആ തരത്തിലുള്ള ജീവിതമായ ശൈലിയായിട്ട് പോവുകയാണെങ്കിൽ മറ്റു ഈ തരത്തിലുള്ള സെക്സിന് പറ്റും സെക്സിന്റെ വില ഉണ്ടാവുള്ളൂ. ജീവിതം അർത്ഥവത്താകുന്നില്ല. തടസ്സങ്ങൾ പറയേണ്ട കാര്യങ്ങളുണ്ടാവില്ല. ഇതിന്റെ എക്സ്ക്യൂസസ് പോലും നിങ്ങൾ കണ്ടത് അതിനെ ഒഴിവാക്കാനായിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ക്യൂസ് ചെയ്യുന്നത് തന്നെയല്ല, യു ആർ ലുക്കിംഗ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. അത് സന്തോഷത്തോടു കൂടി
ശുദ്ധിയോടുകൂടി അർത്ഥവത്തായിട്ട് ജീവിക്കുന്നു. ആ ബോധ്യം നിങ്ങൾക്ക് വേണം. ഇതിനെതിരായിട്ട് പോകാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഇനി എത്ര സമയമുണ്ട്? ഈ തനിക്ക് എതിരെ പോകാവുന്ന ചില കാര്യങ്ങൾ ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. ഇത് ഈ തനിമയില്ലാത്ത കുടുംബങ്ങളിൽ, ദൈവമില്ലാത്ത കുടുംബങ്ങളിൽ, ഭാര്യാഭർത്തൃ ഹൃദയങ്ങളിൽ എന്ത് നിസ്സാര കാര്യത്തിന് നിങ്ങൾ പറഞ്ഞു അത് പ്രശ്നമാവും. പ്രശ്നമല്ല കാര്യം, തനിമയില്ലാത്തതാണ് കാര്യം, ദൈവമില്ലാത്തതാണ് കാര്യം. നിങ്ങൾ സത്യത്തിൽ, സ്നേഹത്തിൽ തനിമയില്ലാത്ത ജീവിതം നയിക്കുന്നതാണ് കാര്യം. അത് ത്യാഗപൂർവം ബലിയായിക്കൊണ്ട് അന്യോന്യം അതിൽ സംതൃപ്തി കണ്ടെത്തി നിങ്ങൾ ആകുന്നതെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും അത് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. ഉണ്ടാകാവുന്നത്, ഇതില്ലാത്ത പ്രശ്നം വരാവുന്നത്, സംതൃപ്തി കണ്ടെത്താൻ പോകുന്നത് ഒന്ന് കണ്ടുകൂടി പുരുഷന്മാർ. ലോകസഞ്ചാരം, വെറുതെ സമയം കളയുക, മടിയന്മാരാണ്, ഭാര്യയെ ഉപയോഗിക്കൽ, പിള്ളേരെ ഉപയോഗിക്കൽ, എല്ലാം ഓബ്ജക്ട്സാണ്, ഓബ്ജക്ട്സ് ഓഫ് പ്ലേഷർ. കാരണം തനിമയിൽ വരുന്നില്ല, ദൈവത്തിൽ താൻ എത്തുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് ഒക്കെ ഉപയോഗിക്കുക, തള്ളിക്കളയുക, ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കുക, ആവശ്യമുള്ളിടത്തോളം ഇല്ല. അതൊക്കെ എല്ലാം സേക്രഡാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഭാര്യയും കൊച്ചുങ്ങളും അതുപോലെ ആ തരത്തിൽ അവർ എടുക്കുകയാണെങ്കിൽ ഈ ഡീവിയേഷൻ ഉണ്ടാകേണ്ട കാര്യമില്ല. എന്നാൽ പലപ്പോഴും അവരുടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ എന്ന് വെച്ചാൽ അത് തെറ്റായിട്ട് ഞാൻ പറയുകയല്ല. ഞാൻ പറയുന്ന ഈ ഡീവിയേഷൻ, തനിമയില്ലാത്ത ലോകത്ത് ഡീവിയേഷന് സാധ്യത കൂടും. ആ ഡീവിയേഷൻ വരാതിരിക്കാൻ കൂടിയുള്ള പ്രൊട്ടക്ഷനാണ് ഈ തനിമ ദൈവം. അതുപോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഡിവോഴ്സ് അവസാനിക്കാൻ പോകുന്നില്ല. പിന്നെ വേറൊന്ന് വരുന്ന ഒരു പ്രശ്നം, സ്ത്രീകൾ പൊതുവെ, നിങ്ങൾ വിവാഹം കഴിച്ച നിങ്ങളുടെ ഭാര്യമാരെ ജനറസാണ്, സെൽഫ്ലെസ്സാണ്. പുരുഷൻ്റെ ഇരട്ടി സെൽഫ്ലെസ്സാണ്, ജെന്യുവനാണ്, സമ്മതിക്കാതെ പറ്റില്ല. ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ 91 വയസ്സായി ഇപ്പോൾ ഈ ഫീൽഡിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 60 വർഷത്തോളായി. കൗൺസിലിംഗ് കൊടുത്തിട്ടുള്ള ആയിരക്കണക്കിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായിട്ടുള്ള അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലേ ഉള്ളൂ. ഒരു വലിയ സെമിനാർ കഴിഞ്ഞ് അവിടുത്തെ ചാൻസലർ ഈ എൻ്റെ പ്രസംഗം കേട്ടതിന് ശേഷം കൺക്ലൂഷൻ സ്പീച്ചിൽ പറയുകയാണ്, ഫാദർ ഈസ് എ മച്ച് മാരീഡ് മാൻ. ഞാൻ എൻ്റെ പൊഴുത്തി പറയുകയല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളെ മാത്രമേ അറിയുള്ളൂ. എനിക്ക് ആയിരക്കണക്കിന് അനുഭവങ്ങൾ അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ കൂടി ഞാൻ പറയുകയാണ്. സ്ത്രീ പൊതുവെ ഉദാരമതിയാണ്. ആ ഔദാര്യം ചൂഷണം ചെയ്യരുത്. നേരെ മറിച്ച് നന്ദിയോടെ അവരൊരു കറി ഉച്ചയ്ക്ക് വെച്ച് തന്നു, നല്ല കറിയാണെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അത്താഴത്തിന് കുറച്ചുകൂടി നല്ല കറി ഉണ്ടാക്കി തരും. ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് എന്ത് ചൂടാക്കി തരും. ഒരു നല്ല വാക്ക് പറഞ്ഞാൽ 10 ഇരട്ടി തരും. ആ തരത്തിലുള്ള ഒരു പ്രത്യേകത. അതേസമയം തന്നെ അവരിൽ ഈ നല്ല വശമുണ്ട്. ദൈവത്തിന്റെ ശാരീരത്തിൽപ്പെട്ടവർ കുറച്ചുകൂടി നല്ലത് അവരാണെന്ന് എനിക്ക് തോന്നുന്നു. താല്പര്യമല്ല. എൻ്റെ അമ്മ അങ്ങനെയാണ്. എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാൻ ഞാൻ സമ്മതിക്കില്ല, അത്ര നല്ലതാണ്. അപ്പോൾ പൊതുവെ ആണെങ്കിലും ഇന്നത്തെ മെറ്റീരിയലിസ്റ്റിക് ഫിലോസഫി അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. പുരുഷനെ സ്വാധീനിക്കുന്നതിനേക്കാൾ കൂടുതൽ, ഉദാഹരണം വിമൺ ലിബറേഷൻ മൂവ്മെന്റ്, ഈക്വാലിറ്റി, അത് കുടുംബത്തെ കുറെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സ്ത്രീകൾ 4-5 കൊല്ലം മുമ്പ് അമേരിക്കയിൽ സ്ത്രീകൾ അത് വരണ്ടാൻ പറ്റും, ഒഫീഷ്യലി വേണ്ടാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ത്യയിലേക്കും മറ്റും വരാൻ തുടങ്ങിയിട്ടുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ അവിടത്തെ കേസുകൾ കൂടെ സംഭവിക്കും. 73% ഡിവോഴ്സ്. എൻ്റെ ഒരു കസിൻ, ഞങ്ങൾ കോളേജിൽ പഠിച്ചതാണ്, ഇടുക്കിയാണ്, ബാംഗ്ലൂരിലാണ്. അവൾ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കില്ല. അവസാനം നല്ലൊരു പുരുഷനെ
എന്നാലും ഞാൻ ഈക്വലാണ്. ഉണ്ട്, കഥയിൽ ഒരുമിച്ച് പോവുള്ളൂ. അവൾ പറയുന്നതേ വാങ്ങാൻ പറ്റുള്ളൂ. വേറെ പലതും അവളെ തന്നെ വെച്ച് അവൾ ഷോട്ട് ചെയ്യും. കാരണം ഈക്വാലിറ്റിക്ക് എതിരെ പോയി അവൻ തീരുമാനം എടുക്കണം. അവനെടുക്കേണ്ട തീരുമാനം, ഞാൻ എടുക്കുന്ന തീരുമാനം മതി. അന്ന് ഒരു ദിവസത്തൊക്കെ കഴിഞ്ഞ് അവർ പൂനെക്ക് പോയി ഹണിമൂൺ. അവൻ്റെ ജോലി പൂനെയിലായിരുന്നു. അവിടുത്തെ ദിവസം കഴിഞ്ഞു പോരുന്ന അന്ന് ഇവൻ പറഞ്ഞു, നമ്മൾ രണ്ടാൾക്കും മഹാത്മാഗാന്ധി കഴിഞ്ഞ് ജയിലിൽ പോയി കാണാമല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഷോപ്പിങ്ങിന് പോകണം. അപ്പോൾ അവൻ പറഞ്ഞു, ഷോപ്പിംഗ് പൂനെയിൽ 10 മണി വരെയുണ്ട്. 6 മണി കഴിഞ്ഞാൽ ജയിൽ അടയ്ക്കും. അതുകൊണ്ട് നമുക്ക് ജയിലിൽ പോയിട്ട് ബാക്കിയുള്ള സമയം ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞു. അവൻ മിണ്ടിയില്ല. അപ്പോൾ ഇവർ വിചാരിച്ചു അവൾ സമ്മതിച്ചത്. രണ്ടുപേരും കൂടി മോട്ടോർ ബൈക്കിൽ ജയിലിൻ്റെ മുറ്റത്ത് ചെന്ന് ഇറങ്ങി. എന്നിട്ട് ഇവൻ പറഞ്ഞു, ഇതാണ് മഹാത്മാഗാന്ധി കിടന്ന ജയിൽ. അപ്പോൾ അവിടെ എടുത്തു പാടിയിട്ട് ചോദിക്കുകയാണ്, നിന്റെ തന്ത ഈ ജയിലിൽ കിടന്നിട്ടുണ്ടോ? അവർ കാര്യം മനസ്സിലായി. അവൻ അവിടെ കൊണ്ട് ഷോപ്പിങ്ങിന് പോയി. നാട്ടിൽ വന്നു, അവളുടെ ബർത്ത്ഡേ വന്നു, ആഘോഷിച്ചു. കേരളമായിട്ട് തന്നെ ആഘോഷിച്ചു. രാത്രി ബെഡിലെ ആഘോഷം ഉച്ചിരത്തിലെത്തി. അപ്പോൾ അവൾ പറയാം, ഇറങ്ങിക്കിടക്കണം. ഇറങ്ങിക്കിടന്നു. പിന്നെ അവന് ഇലക്ഷൻ ഉണ്ടായിട്ടില്ല. തൻ്റെ വീട്ടിൽ പോയി ഒരു പുരുഷനെ വെടിവെച്ച് കൊന്നു. അവന് പക്ഷെ അവന് നശിപ്പിക്കലിട്ടു പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് ഉപദ്രവിക്കാനോ കൊല്ലാനോ പറ്റുക, പക്ഷെ നശിപ്പിക്കാനും പറ്റില്ല. അവൻ സ്നേഹിക്കുന്ന പെണ്ണ് നിന്ന് വരുന്നത് അവനെ നശിപ്പിച്ചു. പിന്നെ ഇലക്ഷൻ ഉണ്ടാവില്ല. അവൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. അതുകൊണ്ട് ഞാൻ പറയും, ഇലക്ഷൻ ഉണ്ടാകാൻ പാടാണ്. ഇവൻ ഒരാഴ്ച കഴിഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛാ ഇങ്ങനെയാണ് സംഭവം. ഞാൻ അവളെ വിളിച്ചു. അപ്പോൾ അമ്മയാണ് ഫോൺ എടുത്തത്, അവളുടെ അമ്മ. കാര്യം ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെയൊക്കെയാണ് സംഭവം, ഞാൻ കേട്ടത് ശരിയാണെന്ന് ചോദിക്കാനായിട്ട് മോളെ വിളിച്ചതാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇതൊക്കെ ശരിയാണ്. അല്ലല്ല, എനിക്ക് അവളോട് ചോദിക്കണം, അവൾക്ക് കൊടുക്ക്. അവളെ വിളിച്ച് ആ ഫോൺ അവൾക്ക് കൊടുത്തു. അവളോട് ചോദിച്ചു, മോളെ ഞാൻ ഇതൊക്കെയാണല്ലോ കേട്ടത്, ശരിയാണോ? ശരിയാണ്. ഇറങ്ങിക്കിടക്കാൻ പറഞ്ഞു, ശരിയാണ്. ഇറങ്ങിക്കിടക്കാൻ പറഞ്ഞു, ശരിയാണ്. അതിനെന്താ തെറ്റ്? ഞാനല്ലേ തീരുമാനിക്കുക എത്ര നേരം വേണം, എപ്പോൾ വേണമെന്ന് തീരുമാനിക്കുക ഞാനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അവരും തുല്യതയില്ലേ? അവരും വേണ്ട. ഇല്ല, ഞാൻ പറയും, ഇത്രയും കാലമൊക്കെ അവർ ഭരിച്ചിട്ടുള്ള ആണുങ്ങൾ, ഇനി ഞങ്ങളും കൂടി ഒന്ന് ഭരിക്കട്ടെ, എൻ്റെ കാര്യം ഞങ്ങൾ തീരുമാനിക്കും. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്നിട്ട് എന്തായി? ഇപ്പോൾ ഒന്നും ആയില്ല. ഇപ്പോൾ നീ നിന്റെ അമ്മ വീട്ടിലല്ലേ, കല്യാണം കഴിച്ച് നിന്റെ ഭർത്താവിനെ കൂടി ജീവിക്കാനല്ലേ? അവൾ മിണ്ടിയില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അമ്മ അവൾ നിർബന്ധിച്ച് കൊണ്ടുവന്നു, ഞാൻ ഈ കാര്യങ്ങൾക്ക് പറഞ്ഞ് നിനക്ക് ഭർത്താവിനെ കൂടി ജീവിക്കണം. കാരണം ഈ സംഭവം കഴിഞ്ഞാൽ പേരൻസിനെ വിളിച്ച് പറഞ്ഞു, ഈ നിങ്ങളുടെ മോളെ ജീവനോട് വേണമെങ്കിൽ കൊണ്ടുപോകോ. അവർ റിലേറ്റീവ്സ് വന്ന് കൊണ്ടുപോയി. അങ്ങനെയാണ് സംഭവം. അത് കഴിഞ്ഞ് ഞാൻ ഇവളോട് ചോദിക്കുകയാണ്, നിനക്ക് നിന്റെ ഭർത്താവിനെ കൂടി ജീവിക്കണ്ടേ? അതിനെന്താണ് വഴി? ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഏകദേശ രൂപത്തിലെത്തി. ഇപ്പം 2-3 കൊല്ലമായി. എന്നാലും പഴയ ശരിയായ രൂപത്തിൽ ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ എത്തിയിട്ടില്ല. എന്നാലും ഡിവോഴ്സ് ചെയ്യാതെ കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ചില സംഭവങ്ങളെങ്കിലും അത് നല്ല സ്ത്രീകളെയും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഈക്വാലിറ്റി ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകരുത്. കാരണം എന്താണ്? ഭാര്യയും ഭർത്താവും ഇണകളാണ്, തുല്യരല്ല. തുല്യരാണെങ്കിൽ 50-50 മതി. ബാക്കി 50 അല്ല. 100% സ്ത്രീ ഭർത്താവിന് കൊടുക്കുന്നു, 100% ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്നു. ഇരുവരും ഒന്നാകുമ്പോൾ ഉണ്ടാകുന്ന ആ മഹാശക്തിക്കാണ് സ്നേഹം, തനിമയാണ് സ്നേഹം എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത്. ദൈവം അവതരിക്കുകയാണ് നിങ്ങളുടെ തനിമയിൽ, ആ സ്നേഹത്തിൽ. അവിടെ ഈക്വാലിറ്റി പാടില്ല. ഇണകളാകാനേ പാടുള്ളൂ. ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത്.
50% ഇമ്പോർട്ടൻ്റ് ആണ് ഇണകൾ, 50-50 അല്ല. ആ ബോധ്യത്തോടു കൂടി ചെയ്യുന്നില്ലെങ്കിൽ പ്രശ്നത്തിലേക്ക് നീങ്ങും. ഇപ്പം ആയി കഴിഞ്ഞു. അമേരിക്കയിൽ 73% ഡിവോഴ്സായി. അവർ തന്നെ വേണ്ടാന്ന് വെച്ചു, സ്ത്രീകൾ തന്നെ. പുസ്തകം എഴുതിയിട്ടുണ്ട്, അവർ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഇതിന് മുമ്പൊരെണ്ണമുണ്ടായിരുന്നു, വെർജിനിറ്റി ബൂം എന്ന് പറഞ്ഞാൽ പിള്ളേർ തന്നെ ആ നിലയിലെത്തി. എന്നിട്ട് പറയാണ്, we will not allow another man to touch us until after marriage. We will not divorce the way our parents divorced. We will not orphan our children the way we have been orphaned. ആ തീരുമാനം അതൊക്കെ ഒരു ചാപ്റ്ററാണ്, ആ പുസ്തകത്തിലെ ചാപ്റ്റേഴ്സാണ്. വലിയ വ്യത്യാസം അമേരിക്കയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ അമേരിക്കൻസ് ആണെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ഇന്ത്യക്കാരാണ്. ഇന്ത്യയിലാണ് ഏറ്റവും നല്ല കുടുംബജീവിതം ഉള്ളത് എന്ന് വെച്ച് മറ്റു രാജ്യങ്ങളിൽ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. നല്ല മനുഷ്യർക്ക് എല്ലാ രാജ്യത്തും ഉണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിലുമുണ്ട്. പക്ഷെ കേരളത്തിൽ ഇതൊക്കെ വർദ്ധിച്ചു വരികയാണ്, ഡിവോഴ്സും ഈ ഫൈറ്റും. അമേരിക്കയിൽ ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായിട്ട് ഫിസിക്കൽ വയലൻസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സിനനുസരിച്ച് 83% ഫിസിക്കൽ വയലൻസ് കേസുകളുണ്ട്. കാരണം സ്ത്രീ ആകുന്നില്ല, പുരുഷനല്ല. ഇപ്പോൾ കൂടുതൽ കണ്ടുവരുന്നത് ഒരു സ്ത്രീയും പുരുഷനുമാണ് വിവാഹം കഴിക്കേണ്ടത്. പക്ഷെ ശരീരം കൊണ്ട് ഒരു സ്ത്രീയും ഒരു പുരുഷനാണെങ്കിലും മനോഭാവം കൊണ്ട് 2 പുരുഷന്മാരാണ് വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് തല്ലൊഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. സ്ത്രീ പുരുഷനുമായിരിക്കണം. അത് പുണ്യമാണ്, ഒരു കഴിവാണ്. എൻ്റെ കണ്ണു പഠിപ്പിച്ചത് ഉജ്ജയിൻ അമ്പലത്തിൽ വെച്ചാണ്. ഞാൻ 22 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. എന്തുകൊണ്ട് സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടാകും. അവിടെയാണ് എന്നെ കണ്ടു തുറന്നത്. അവിടുത്തെ ആരാധന എന്താണ്? ശിവനും പാർവതി. പാർവതിയുടെ യോനിയിൽ നിന്ന് ശിവലിംഗം ഉയർന്നു നിൽക്കുന്നു. കണ്ടിട്ടുണ്ടോ? കരികല്ലിൽ യോനിയും അതിൽ നിന്ന് ലിംഗം ഉയർന്നു നിൽക്കുന്ന വടക്കേന്ത്യയിൽ ധാരാളമുണ്ട്. തെക്കേന്ത്യയിൽ അത്ര കാര്യമായിട്ടില്ല. എന്ന് പറഞ്ഞാൽ അന്നത്തെ ഇത് 6000 വർഷം പഴക്കമുള്ള അമ്പലമാണ്. മതങ്ങളില്ലാത്ത കാലം. മതങ്ങളിപ്പോൾ ഏറ്റവും പ്രായം കൂടിയത് ഇന്ത്യയിൽ ബുദ്ധമതമാണ്. 3500-3600 വർഷം. അതിനുശേഷം മറ്റു മതങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും മതങ്ങളില്ലാത്ത ലോകത്ത് ദൈവം അവർക്ക് സ്ത്രീ പുരുഷനാണ്. സ്ത്രീ പുരുഷൻ ഒരുമിച്ചുള്ള ആ സ്നേഹം, ആ ഒന്നിപ്പ്, അതാണ് ദൈവം. ശിവലിംഗം ഉയർന്നു നിൽക്കുന്നു. എന്തുകൊണ്ട്? പാർവതിയുടെ മിടുക്കുണ്ട്. യോനിയും ഉദ്ദേശിച്ച് പാർവതിയുടെ മിടുക്കാണ്, പാർവതിയാണ്. സ്ത്രീയുടെ കഴിവ് കൊണ്ട് അവൻ ആണായിട്ട് നിൽക്കുന്ന 24 മണിക്കൂറും. അപ്പൊ അവളുടെ ഉയരം എത്രയാണ്? ശിവന്റെ ഉയരം. അവളില്ലെങ്കിൽ അവൻ ഉയർന്നില്ല, ഉയർന്നു നിൽക്കില്ല. ആണാവാൻ പറ്റില്ല. ആണാവാൻ കുറച്ച് നേരത്ത് റേപ്പ് ചെയ്യാൻ നേരത്തൊക്കെ. അല്ലെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ള പുരുഷന് സ്ത്രീ വേണം. അതുകൊണ്ട് ഞാനെടുത്തുള്ളത് ഇതാണ്, പുരുഷൻ തൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ലെന്ന് കണക്കാക്കുന്ന സ്ത്രീ സോഷ്യലീവളാണ്. സ്ത്രീ തൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് കരുതുന്ന പുരുഷൻ സോഷ്യലീവളാണ്. കാരണം രണ്ടുപേരും എസെൻഷ്യലാണ്, ആക്സിഡൻ്റൽ അല്ല, എസെൻഷ്യൽ, 100% ഇമ്പോർട്ടൻ്റ്. ആരാണ് വലിയത്? ആരാണ്? കഴിവിനെ വെച്ച് നോക്കുക, സ്ത്രീയാണ് കൂടുതൽ കഴിവുള്ളത്. കാരണം റൈറ്റ് ഹെമിസ്ഫിയറും ലെഫ്റ്റ് ഹെമിസ്ഫിയറും അവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കും. പുരുഷന് ഉടനെ പ്രവർത്തിക്കുള്ളൂ ഒരേ സമയം. അതുകൊണ്ട് കഴിവ് കൂടി നോക്കിയാൽ അവരാണ് കൂടുതൽ കഴിവ്. അവിടെ കഴിവ് വരുന്ന കാര്യം ഇവർ കൂടി ഒരുമിച്ചാകുമ്പോഴേ ദൈവം അവതരിക്കുന്നുള്ളൂ, തനിമ ഉണ്ടാകുന്നുള്ളൂ, സ്നേഹം ഉണ്ടാകുന്നുള്ളൂ. ദാറ്റ് ഈസ് the primary strength of every genuine love is between a man and a woman. അത് ഫിസിക്കലാണ്, സെക്ഷലാണ്, ഇമോഷണലാണ്, സ്പിരിച്വലാണ്, ഡീപ്പാണ്. എത്രത്തോളം അവരോളം തനിമ. അവരാരാണ്? വെറും സെൽഫിഷ് ആയിട്ടുള്ള 2 വ്യക്തികളല്ല, സെൽഫിന് അതീതമായിട്ട് പോകുന്ന ദിവ്യമായിട്ടുള്ള 2 വ്യക്തിത്വങ്ങളാണ്. ദൈവത്തോളം വലുപ്പമുള്ള 2 വ്യക്തിത്വങ്ങൾ. അതുകൊണ്ടാണ് ഹിന്ദു മതത്തിൽ പോലും ആ ദൈവം എന്ന് പറഞ്ഞാൽ അതിന് രണ്ടുമാണ്.
ഉയരില്ല, പുരുഷന്മാർ തനിച്ചുയരില്ല, രണ്ടുപേരും ഒരുമിച്ചാണ്. അതുപോലെ ലൈംഗിക സംതൃപ്തിയും ഒരുമിച്ചാണ്. എന്നാൽ സെക്സിന് മാത്രമുള്ളൊരു പ്രായത്തിൽ വേണമെങ്കിൽ പുരുഷന് പെട്ടെന്ന് കിട്ടിയേക്കാം, ഞാൻ പോയേക്കാം. പക്ഷെ രണ്ടുപേരും ഒരുമിച്ചാണ് വേണ്ടത്. സെക്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതം മുഴുവനും അതിന് വിപരീതമായിട്ടുള്ള ഒരു ഫിലോസഫി, മെറ്റീരിയലിസ്റ്റിക് ഫിലോസഫി വന്നു കയറിയതാണ് കുടുംബജീവിതത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആധ്യാത്മികമുള്ള തലത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട കാര്യമില്ല. ഇതാണ് ചുരുക്കത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഈ എന്താണ്, സ്ത്രീ വേണം, പുരുഷൻ വേണം, അമ്മ വേണം, അപ്പൻ വേണം. അമ്മ ഏറ്റവും പ്രധാനപ്പെട്ടത്, അച്ഛനും പ്രധാനപ്പെട്ടതാണ്. ഇന്ദിരാഗാന്ധിക്ക് ഇന്ത്യ ഭരിക്കാൻ സാധിച്ചു, പക്ഷെ 2 ആമക്കളെ നോക്കാൻ പറ്റിയില്ല. അവൻ അപ്പനും കൂടെ വേണം. അപ്പനും കൂടി ഉണ്ടെങ്കിൽ അത് ക്രമമായിട്ട് മുന്നോട്ട് പോകുന്നത്. 2 ആവശ്യമാണ്. ആ 2 പേരും ദൈവത്തിൻ്റെ പ്ലാനാണത്. ആരാണ് വലിയത്, ആരാണ് ആ ഇഷ്യൂടെ ഇല്ല. ഒന്നായാൽ മാത്രം. കാരണം അവളുടെ ശരീരം പറയും. കാരണം പെണ്ണിൻ്റെ ശരീരം നുണ പറയില്ല. അവളുടെ നാവ് ചിലപ്പോൾ നുണ പറഞ്ഞില്ല, ശരീരം നുണ പറയില്ല. ഒത്തൻറ്റിക്കാണ്, റിയലാണ്. അപ്പോൾ അവളുടെ ഹൃദയം പറയണം, ശരീരവും പറയണം, ഈ മനുഷ്യൻ മതി. അവൻ്റെ ഹൃദയവും അത്ര തന്നെ പറയണമെന്നില്ല, അവന് ശരീരം പറയും. പക്ഷേ ഇത് മാത്രമല്ല, ആചാരണത്തിനും വേറെ ആചാരണം കൂടി അവനുണ്ട്. അവൻ്റെ ഉത്താവിൻ്റെ ശരീരം പറയുന്നുണ്ട്, ഇപ്പോൾ പോയി എന്ന് വെച്ച് ആ ഇഷ്ടം തോന്നലിനെ അടിസ്ഥാനമാക്കി മാത്രം കല്യാണം കഴിക്കരുത്. അത് ആവശ്യമാണ്. താനും ഇഷ്ടമില്ലാത്തയാൾ കല്യാണം കഴിക്കും. 2, പണ്ട് കാലത്ത് ഇഷ്ടം തോന്നലും കല്യാണം കഴിക്കലും ഒരുമിച്ചായിരുന്നു. എന്നിട്ട് അവർ തീരുമാനിച്ചു അങ്ങനെ ചെയ്തു. വേറെ ആരുമായിട്ട് അഫയറിന് പോയിട്ടുമില്ല. അതുകൊണ്ട് വെർജിനൽ ഹാർട്ടായിരുന്നു കൊടുക്കാനുണ്ടായത്. ഇവിടെ വെർജിനൽ ഹാർട്ടില്ല. കന്യാത്വം പോയി കഴിഞ്ഞു. ചില നല്ലൊരു ശതമാനം കാര്യങ്ങളിലും ശാരീരികമായിട്ട് തൊടുന്നില്ലെങ്കിൽ പോലും പെണ്ണുങ്ങൾക്ക് സെക്ഷൽ ഓർഗസം കിട്ടാനായിട്ട് തൊടേണ്ട ആവശ്യമില്ല. സെക്ഷൽ ഇന്റർകോഴ്സ് വേണ്ട. അടുത്തിരുന്നാൽ മതി. ഇഷ്ടമുള്ള ആളാണെങ്കിൽ അടുത്ത് വർത്തമാനം പറഞ്ഞാലും മതിയാവും. ഓർഗസം ഉണ്ടാവും, ആദ്യത്തെ ഓർഗസം. അപ്പോൾ ഇവിടെ കന്യാത്വം പോയി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നത്. ഇനി രണ്ടാമത്തെ കമ്പാറ്റിബിൾ ആയിരിക്കണം. 1 കോംപ്ലിമെൻ്ററി ആയിരിക്കണം. ഇഷ്ടം തോന്നാത്ത ആൾ കല്യാണം കഴിക്കരുത്. ഇഷ്ടം തോന്നിയാൽ എല്ലാവർക്കും കല്യാണം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കോംപ്ലിമെൻ്ററി ആയിരിക്കുക, കമ്പാറ്റിബിൾ ആയിരിക്കണം. ചേർച്ച അത് കാരണന്മാർ കൂടി ഇല്ലാതെ പിടികിട്ടില്ല. ഏറ്റവും കഴിവുള്ള ഡോക്ടറേറ്റുള്ള ആളുകൾ ആണെങ്കിൽ പോലും കാരണന്മാരുടെ സഹായം വേണം. ഈ മനുഷ്യൻ്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കാൻ, അവരുടെ കുടുംബങ്ങളെ പറ്റി പഠിക്കാൻ. കാരണം ഒരു വിവാഹം അവൻ്റെ ഏത് രാജ്യത്താണെങ്കിലും 2 വ്യക്തികൾ മാത്രമല്ല, കുടുംബങ്ങൾ കൂടിയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ കുറച്ചും കൂടി കുടുംബം കൂടിയാണ്. അവിടെ തങ്ങളുടെ ചേർച്ചകൾ നോക്കണം, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കണം. നീഡ്സ്, they must meet their needs together. പക്ഷെ അവരുടെ മൂല്യങ്ങൾ വ്യത്യാസപ്പെട്ടതാണ്, ജാതി വ്യത്യാസപ്പെട്ടതാണ്, മൂല്യങ്ങൾ വ്യത്യാസപ്പെട്ടതാണ്. They cannot meet their needs together. If they cannot meet needs together, they cannot grow together. And even if the needs are similar, but unhealthy needs are, neurotic needs are, എങ്കിൽ അവർ ഒരുമിച്ച് വരില്ല. ഒനി പുസ്തകം എഴുതി ഭാര്യയോട് കൂടി, ഓപ്പൺ മാരേജ്, ബെസ്റ്റ് സെല്ലർ ആയിരുന്നു അമേരിക്കയിൽ. അവസാനം he allowed his wife to go and sleep with anybody. She allowed him to go and sleep with anybody. They never trusted each other. They wrote the book. Finally they wrote second, they divorced and wrote another book. Open marriage does not work. One man, one woman. Trusting relationship. അതിനിടയിൽ വേറെ ഒന്ന് കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ കമ്പാറ്റിബിലിറ്റി കണ്ടുപിടിക്കണം, ക്യാരക്ടർ പഠിക്കണം, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കണം, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കണം. 3 വിദ്യാഭ്യാസ യോഗ്യത പഠിക്കണം. ഇങ്ങനെയാണ് ചേർച്ച എന്ന് പറയുന്നത്. 3 ആറ്റിറ്റ്യൂഡ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പെണ്ണിന് പെണ്ണിൻ്റെ മനോഭാവം വേണം, ആണിന് ആണിൻ്റെ മനോഭാവം വേണം. 2 പേർക്കും ഒരേ മനോഭാവമാണ്. ആണിൻ്റെ മനോഭാവം അത് യുദ്ധത്തിലാണ്. Men are aggressive by nature. Woman is not aggressive by nature. When needed, she can be
trained to be aggressive. Women are educated enough to be brainwashed, and they lost their femininity. They have not lost their femininity. They have to act up. A liberated woman has to find a job, have bank account, have a decent position in the society. Not always, but whatever she thinks. 4, ഭർത്താവിനോട് നോ പറയാൻ കഴിവുണ്ടാവണം, അഗ്രസീവ് ആവണം. ഒരു പ്രാവശ്യം തല്ല് പുള്ളി 2 തല്ലിയാൽ 1 അങ്ങോട്ട് കൊടുക്കാൻ കഴിയും. ഒരു പ്രാവശ്യം ഡിവോഴ്സ് ചെയ്യണം. ഇത്ര 6 കാര്യങ്ങളുണ്ടെങ്കിൽ ലിബറേറ്റഡ് വുമണായി ഇൻ ദ സ്റ്റേറ്റ്. ബെർക്ക്ലിയിലാണ് ഞാൻ പഠിച്ചത്. ബെർക്ക്ലിയിലാണ് ഇത് തുടങ്ങിയത്. ബെർക്ക്ലിയിലാണ് ഈ വിമൺ ലിബറേഷൻ മൂവ്മെൻറ്റ് തുടങ്ങിയത് തന്നെ. അവിടെ അവരിപ്പോൾ വേണ്ടാന്ന് വെച്ചു. അവരിപ്പോൾ ബാത്റൂം ഒന്നേ ഉള്ളൂ. പക്ഷേ ഗേൾസ് ഹാവ് ടു സിറ്റ് ഡൗൺ. പക്ഷേ ബോയ്സ് റൈറ്റ് സ്റ്റാൻഡ് ഫോർ ഈക്വാലിറ്റി, ബിക്കോസ് ബോയ്സ് ക്യാൻ സ്റ്റാൻഡ് ആൻഡ് ഷൂട്ട്. Women cannot stand and shoot. So, to fool them, they make this kind of comments. ഞാൻ പറഞ്ഞു വരുന്നത് ആറ്റിറ്റ്യൂഡ് ഹെൽത്തി ആവണം. ഫെമിനിൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് മാസ്കുലിൻ ആറ്റിറ്റ്യൂഡ് അത് കോംപ്ലിമെൻ്ററി ആണ്. അത് ക്ലിക്ക് ചെയ്യും. അത് വേർതിരിയാൻ പറ്റില്ല പിന്നെ. കാരണം രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരുമിച്ച് ദാഹിക്കുന്ന ഒരു പ്രത്യേകതയാണ്. അതേസമയം തന്നെ 2 പുരുഷന്മാരെ അതിൽ നിലനിൽക്കില്ല. അതിൽ ഒരുത്തൻ 2 പുരുഷന്മാരാണെങ്കിലും ഹോമോസെക്ഷുവാലിറ്റിയും സാൻ ഫ്രാൻസിസ്കോയിലാണ് ബെർക്ക്ലിക്കടുത്ത് തുടങ്ങിയത്. അതിൻ്റെ ഫലമായിട്ടുള്ള ഏത് രോഗം തുടങ്ങിയതും അവിടെ തന്നെയാണ്. അവരെ നോക്കിയാലും 1 പെണ്ണും 1 ആണും പോലെ 2 പുരുഷന്മാരാണെങ്കിലും ഒരുത്തൻ ചില അങ്ങനെയാണ്, ഒരുത്തൻ ആണത്തോട്. അവിടെ ഈ വ്യത്യാസം അവർ നിലനിർത്തുന്നുണ്ട്. They are not meant for sex either, yet they do. So, ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആറ്റിറ്റ്യൂഡ് ഹെൽത്തി അല്ലെങ്കിൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഹെൽത്തി അല്ല, ഈക്വലാണ്, ഈക്വാലിറ്റിക്ക് വേണ്ടിയുള്ള ഭാവമാണെങ്കിൽ ഒന്നും പറ്റില്ല. അത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. Very fast you can find out where she is. Very fast you can find out where he is. His attitude. Attitude യോജിക്കുന്നില്ലെങ്കിൽ കല്യാണം കഴിക്കരുത്. അത് കുഴപ്പത്തിലാവും. അവർ കൂട്ടി യോജിക്കാൻ പ്രയാസമാണ്. സൈക്കോതെറാപ്പി പോലും വർക്ക് ചെയ്യില്ല. അവർ വളർന്നില്ല. ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിപ്പോയി. ആ രീതിയിലാണ് വളർത്തി, ആ തരത്തിലാണ് വളർത്തി ഇത്തരത്തിലൂടെ കൊണ്ടുവന്നു. എന്നിട്ട് കല്യാണം കഴിപ്പിച്ചു. എങ്ങനെ നേരം മാതാപിതാക്കന്മാരോ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെയാണ് സംഭവിച്ചത്. ഇപ്പോഴത്തെ പിള്ളേരുടെ പ്രത്യേകതയാണ്. അതുപോലെ ഡ്രഗ്, ആൽക്കഹോൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, കഴിഞ്ഞിട്ടും അതിലേക്ക് പോകും. നോട്ട് നെസസറിലി സാധാരണഗതിയിൽ ആ ഡിസ്പൊസിഷൻ ഉണ്ടെന്ന് ഞാൻ പറയുള്ളൂ. എല്ലാവരും അങ്ങനെ പോകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഒരു പ്രാവശ്യം ഇതിനു വേണ്ടി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളില്ലാത്ത സാഹചര്യത്തിൽ കോംപ്ലിമെൻ്ററിയാണ്, കമ്പാറ്റബിളാണ്, ആൻഡ് ആറ്റിറ്റ്യൂഡ് ഈസ് മെയിൽ ആൻഡ് ഫീമെയിൽ ആറ്റിറ്റ്യൂഡ്. അത് വ്യക്തമാണ്, ഹോളിസ്റ്റിക്കാണ്, ആവശ്യമാണ്. പെണ്ണില്ലാതെ പുരുഷനില്ലാതെ സ്ത്രീയും 2 പേരും ആവശ്യമാണ്, മ്യൂച്വലാണ്. അതിൻ്റെ ഫലമായിട്ട് ഷീ ബിക്കം മോർ ഫെമിനിൻ. അവൾക്ക് ഇഷ്ടമുള്ള ഭർത്താവ് അല്ലെങ്കിൽ വേറെ ഒരുത്തൻ ആ വഴി വരുന്നുണ്ടെങ്കിൽ അവൾ ഉടനെ തുണി സാരി ശരിയാക്കി. കാരണം പുരുഷൻ വരുന്നു അല്ലെ, പെണ്ണാണ് വരുന്നതെങ്കിൽ എന്നാലും ഒന്ന് ഒരു കാണിക്കും, അവിടെ നിന്ന് കാണിക്കാൻ വേണ്ടി. എനിക്ക് പുരുഷനാണെങ്കിലോ പെണ്ണ് ആണ് വരുന്നതെങ്കിൽ അവനുണ്ട്. കാരണം സ്ത്രീയുടെ ശക്തി പുരുഷനെ സ്വാധീനിക്കാനുള്ള കഴിവ് അസാധ്യമാണ്. അതുപോലെ പുരുഷനും അതുപോലെ തന്നെയാണ്. അപ്പോൾ അത് ആ കോംപ്ലിമെൻ്ററി ആറ്റിറ്റ്യൂഡ് ഈസ് മിസ്സിംഗ് അറ്റ് പ്രസന്റ്. അത് പോയി ഒരു പരിധി വരെ പോയി. അത് തിരിച്ചു കൊണ്ടുവരണം. അമേരിക്കയിൽ അവർ വ്രതം ചെയ്തതുപോലെ തിരിച്ചു കൊണ്ടുവരികയാണ്. കമ്മിറ്റഡ് ടു ബ്രിങ് ഇറ്റ് ബാക്ക്. വൈ? അവർ വിക്ടർ ലെസൺ പഠിച്ചു. ഡിവോഴ്സ് പിള്ളേരോ അതിൻ്റെ ഫലമായിട്ട് സ്ട്രീറ്റിലാണ് ഡ്രഗ്, ആൽക്കഹോൾ, സെക്സ് ഇതൊക്കെ നടക്കുന്നത്.
കാരണം കാണപ്പെടാവുന്ന ദൈവങ്ങളും അപ്പനും അമ്മയാണ്. അവർ ഡിവോഴ്സായി 2, 3, 4 എലിസബത്ത് 8ാമത്തെ പ്രാവശ്യം 2ാമത്തെ ഭർത്താവിനെ കല്യാണം കഴിച്ചു. അവളും മരിച്ചു, മറ്റേയാളും മരിച്ചിപ്പോൾ 5-6 കൊല്ലം മുമ്പ്. വലിയ പേര് കേട്ട നടിയാണ്. ആ തരത്തിലാണ് ഇപ്പം ഓർഡിനറിയായി. അതൊക്കെ ഒരു ഫാഷനായി, ഒരു സ്റ്റൈലായി. പക്ഷേ കുടുംബം പോവുകയാണ്, പിള്ളേർ പോവുകയാണ്. അതിന് പകരത്തിന് വയ്ക്കാനായിട്ട് ഞാൻ ഇന്ന് കണ്ടൊരു സംഭവമാണ്. ഭാര്യയ്ക്ക് വേണമെങ്കിൽ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യാം, ഭർത്താവിന് വേണമെങ്കിൽ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാം. പിള്ളേർക്ക് അമ്മയെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റുമോ? പിള്ളേർക്ക് അപ്പനെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിള്ളേരാണ് പ്രശ്നത്തിൽ. ഭാര്യ ഭർത്താവും അമ്മയും അത് മനസ്സിലാക്കിയിട്ട് ദൈവത്തിന് പ്ലാൻ, റെസ്പോണ്ട് ടു ദ പ്ലാൻ ഓഫ് ഗോഡ് ഓർ ഫോർഗെറ്റ് അബൌട്ട് ഗോഡ്. നേച്ചർ, this is the way nature is. This is the way respect nature. Nature is God. ദൈവത്തിൻ്റെയാണ് നേച്ചർ ഈസ് നോട്ട് ഗോഡ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക നശിപ്പിച്ച ഇതാണ്. ഒന്ന്, ഡിവോഴ്സ്. കാരണം ലവ് അഫെയർ 8ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് മുതലുള്ള ലവ് അഫെയർ പ്രായമാകുന്നതിന് മുമ്പ് ഹൈക്കോടതി, സുപ്രീം കോടതി പറയുന്നു 21 വയസ്സിന് മുമ്പ് അവരങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇല്ലീഗൽ. ദേ കനോട്ട് ഗെറ്റ് മാരീഡ്. പക്ഷേ 7ാം ക്ലാസ് പഠിക്കുന്ന വ്യക്തിക്ക് അവിടെ പ്രായപൂർത്തിയായിട്ടില്ലല്ലോ, അതിന് മുമ്പേ അവർ തീരുമാനമെടുത്തു കഴിഞ്ഞു. പിന്നെ എങ്ങനെ ഇനി ഡിവോഴ്സിനുള്ള പ്രായമായാൽ മതി, കല്യാണത്തിനുള്ള ഡിവോഴ്സിനുള്ള പ്രായം.